ഹലോ മക്കളെ, എല്ലാവരും കാത്തിരുന്ന ഹയർ സെക്കൻഡറി എക്സാം ടൈം ടേബിൾ ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് പ്ലസ് ടുക്കാരെല്ലാവരും തന്നെ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ടൈം ടേബിൾ എങ്ങനെയായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെയിൻ എക്സാം ടൈം ടേബിൾ കൂടി നിങ്ങൾക്കറിയണം. 2 പരീക്ഷ ഒന്നിച്ച് എഴുതാൻ വേണ്ടി പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഹയർ സെക്കൻഡറിയിലെ +1 എക്സാമിനേഷൻ എല്ലാം തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. ആൻഡ് +2 പരീക്ഷ എല്ലാം തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത് രാവിലെയുമായിരിക്കും. സോ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടെങ്കിൽ അത് ആഫ്റ്റർനൂണും, നിങ്ങളുടെ +2ൻ്റെ റെഗുലർ എക്സാം എല്ലാം തന്നെ മോർണിംഗും ആയിരിക്കും. നമുക്ക് ടൈം ടേബിൾ വളരെ വിശദമായിട്ട് പരിശോധിക്കാം. +2 പരീക്ഷ ആരംഭിക്കുന്നത് ഫിസിക്സ് എക്സാം വെച്ചാണ്. 6-ാം തീയതിയാണ് നിങ്ങളുടെ +2 പരീക്ഷ ആരംഭിക്കുന്നത്. ആദ്യ പരീക്ഷ ഫിസിക്സ്, രണ്ടാമത്തെ പരീക്ഷ നെക്സ്റ്റ് ഡേ തന്നെയാണ് 7-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ്. അതായത് CS വിദ്യാർത്ഥികൾക്ക് ഒരു ഷോക്കിംഗ് തന്നെയാണ് ഈ നിമിഷം നൽകാൻ വേണ്ടി പോകുന്നത്. ഒന്നുമല്ല, ഒരു ദിവസം ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല നിങ്ങളുടെ ഫിസിക്സിൽ നിന്ന് CS-ലേക്ക് പോകുമ്പോൾ. ഇതുവരെ നെക്സ്റ്റ് നിങ്ങൾക്ക് CS എക്സാം ഉണ്ടാകും. ആൻഡ് ദെൻ 10-ാം തീയതി കെമിസ്ട്രി എക്സാമിനേഷൻ. ബയോളജിക്കാർക്ക് ഏകദേശം ഒരു 3 ദിവസം പഠിക്കാനും CS-കാർക്ക് 2 ദിവസം പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കെമിസ്ട്രി എക്സാമിന് വേണ്ടി ഉണ്ടാവുക. സോ എല്ലാ മക്കളും മനസ്സിലാക്കണം, നമുക്ക് എക്സാമിൻ്റെ ഇടയിൽ അധികം ഗ്യാപ്പുകൾ ഈ നിമിഷം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞു. അടുത്ത പരീക്ഷ 12-ാം തീയതി നിങ്ങൾക്ക് പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് ഹിന്ദി അല്ലെങ്കിൽ മലയാളം പോലെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാമാണ് നമുക്ക് 12ന് ഉണ്ടാവുക. അടുത്ത പരീക്ഷ മാത്സ് ആണ് 17-ാം തീയതി. 4 ദിവസം പഠിക്കാനുള്ള മാത്തമാറ്റിക്സ് നമുക്കറിയാം. പൊതുവെ +2നകത്ത് അത്യാവശ്യം ഒരുപാട് പഠിക്കാൻ വേണ്ടിയുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടായ പാഠങ്ങളുണ്ട്. അത്ര പെട്ടെന്ന് റിവൈസ് ചെയ്തില്ലാത്ത മാത്സിന് വേണ്ടി നൽകിയിരിക്കുന്നത് 4 ദിവസമാണ്. ആ കാണുന്ന 4 ദിവസം എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തണം. ഒരിക്കലും ആ കാണുന്ന 4 ദിവസം കൊണ്ട് മാത്രം നമുക്ക് ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഈ നിമിഷം എല്ലാ മക്കളും മനസ്സിലായി കാണും. 17-ാം തീയതിയുള്ള മാത്സിന് ശേഷം 26-ാം തീയതി ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് ബയോളജി വരുന്നത്. ബയോളജി എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് 26-ാം തീയതി. ആൻഡ് ദെൻ 28-ാം തീയതി നമുക്ക് ഇംഗ്ലീഷ് എക്സാമിനേഷനും. അതായത് 28-ാം തീയതിയോട് തന്നെ നമ്മൾ എല്ലാ പരീക്ഷയും വൈൻഡപ്പ് ചെയ്ത് നമ്മുടെ അടുത്ത എൻട്രൻസ് എക്സാമിന് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നൊരു തിടുക്കത്തിലായിരിക്കും. നിങ്ങൾക്കറിയാമായിരിക്കും, കീം എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം തന്നെ ഈ നിമിഷം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. വളരെ നേരത്തെയാണ് ഇത്തവണത്തെ കീം എക്സാം. സോ നിങ്ങൾ ബോർഡ് എക്സാമിന് കീം എക്സാമിനെല്ലാം തന്നെ പഠിക്കേണ്ട സാഹചര്യം ഈ നിമിഷമുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യുന്നു, ഈ കാണുന്ന വീഡിയോ ഒന്നുമല്ല, +1ൻ്റെ ടൈം ടേബിൾ അതിവേഗം പറഞ്ഞു പോകുന്നു ഞാൻ. 11th നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന വിഷയത്തിൻ്റെ ടൈം ടേബിൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്യണം. +1നകത്ത് 5-ാം തീയതി ഇംഗ്ലീഷും 11-ാം തീയതി പാർട്ട് 2 ലാംഗ്വേജും. പൊതുവെ ആരും തന്നെ ഈ 2 വിഷയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. 3-ാമത്തെ വിഷയമായിട്ട് വരുന്നത് +1നകത്ത് 13-ാം തീയതി കെമിസ്ട്രിയും, 16-ാം തീയതി ബയോളജിയും, 18-ാം തീയതി കമ്പ്യൂട്ടർ സയൻസും, 23 ഫിസിക്സും, 27 മാത്സും. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് 5-ാം തീയതി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6-ാം തീയതി +2നകത്ത് ഫിസിക്സ് ഉണ്ടാകും. നിങ്ങൾ 11-ാം തീയതി പാർട്ട് 2 ലാംഗ്വേജസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് 10-ാം തീയതി കെമിസ്ട്രി പരീക്ഷ ഹയർ സെക്കൻഡറി +2നകത്ത് ഉണ്ടായിരുന്നു. അതായത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ഈ 2 വിഷയങ്ങൾക്കും ഒട്ടും തന്നെ സമയമുണ്ടാവില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കണം. ആൻഡ് ദെൻ അടുത്ത വിഷയം പറയുമ്പോൾ 3-ാമത്തെ വിഷയം 13-ാം തീയതി കെമിസ്ട്രിയാണ് വരുന്നത്. 13 കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 12-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിന് ശേഷമാണ് നിങ്ങൾ 13-ന് കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മിക്സപ്പ് ആയിട്ടാണ് നമുക്ക് ഈ കാണുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ടൈം ടേബിൾ വരുന്നത്. അതായത് +2 നിങ്ങൾക്ക് എക്സാം ഇല്ലാത്ത ദിവസമായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് നടക്കുക. ആൻഡ് ദെൻ ഈ പറയുന്ന എല്ലാ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ആഫ്റ്റർനൂൺ ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. മക്കളെ, ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായി കഴിഞ്ഞു. +2 ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ച് ഫുൾ മാർക്കിലേക്ക് എത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ഗംഭീരമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യമായിട്ട് നേരിടാൻ വേണ്ടി പോകുന്ന സെക്കൻഡ് ടൈം എക്സാമാണ്. അത് ഏകദേശം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ മാസം 8-ാം തീയതി ആയിരിക്കും. സോ ഈ കാണുന്ന സെക്കൻഡ് ടൈം എക്സാം നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ച് ഫുൾ മാർക്കിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഭവമുണ്ട്. വെറും തന്നെയല്ല, നിങ്ങൾ +2ൻ്റെ മെജോറിറ്റി ഭാഗവും പഠിച്ചു കഴിഞ്ഞു. ഈ കാണുന്ന മെജോറിറ്റി ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാണുന്ന ബോർഡ് എക്സാമിൻ്റെ എല്ലാ ഭാഗവും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും ഏറ്റവും ഗംഭീരമായിട്ട് നേരിടാൻ വേണ്ടി സാധിക്കും. സോ ഈ നിമിഷം എല്ലാവരും ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്യണം, ഞാൻ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടി ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കും, ഫുൾ മാർക്ക് നേടുമെന്ന്. ആൻഡ് അവസാനമായിട്ട് മോഡൽ എക്സാമിൻ്റെ ഡേറ്റും കൂടിയും എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഫെബ്രുവരി മാസം 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ആയിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാം ഉണ്ടാവുക. പിന്നെ നമുക്ക് മെയിൻ എക്സാമിന് വേണ്ടിയും പഠിക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ തിയറി +2ൻ്റെ എല്ലാവരും ഈ നിമിഷം പഠിക്കണം. ഈ കാണുന്ന തിയറി മോഡലിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ലാബിൻ്റെ മോഡൽ എക്സാമും ലാബിൻ്റെ മെയിൻ എക്സാമും എല്ലാം തന്നെ ഉണ്ടാവും. സെക്കൻഡ് ടൈം എക്സാമിൽ നിങ്ങൾ എത്ര ഗംഭീരമായിട്ട് പഠിക്കുന്നുവോ ആ കാണുന്നതായിരിക്കും നിങ്ങളുടെ +2ൻ്റെ മാർക്കെന്ന് അവസാന നിമിഷം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം അസൈലം ലേണിംഗ്.